ഹരിയും ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞ് ഒരു വീഡിയോ ഈ അടുത്ത് ചെയ്തിരുന്നു. അതിൻ്റെ ചുവട്ടിൽ 1-2 കമൻറ്റുകൾ കണ്ടു. അതിലെ ഒരു പദത്തിൻ്റെ അർത്ഥം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കമൻറ്റുകൾ. അതായത് അലിപൂർണ രത്ന ചഷകം എന്നുള്ള വാക്കിനെ മദ്യം നിറച്ചിട്ടുള്ള ശ്രേഷ്ഠമായ പാത്രം എന്നാണ് അതിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ആ പാത്രത്തിൽ നിറച്ചിട്ടുള്ളത് തേനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കമൻറ്റുകൾ. അപ്പം അതൊന്ന് വിസ്തരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അവിടെ ലഭിക്കുന്ന വരി പാണിഭ്യാം അലിപൂർണ രത്ന ചഷകം രക്തോത്പലം ബിഭ്രതീം എന്നുള്ളതാണ്. പാണിഭ്യാം എന്ന പദം ദ്വിവചനമാണ്. അപ്പോൾ 2 കൈകളെ കൊണ്ട് എന്നർത്ഥം വന്നു. അപ്പോൾ പാണിഭ്യാം 2 കൈകളെ കൊണ്ട്, ബിഭ്രതീം പിടിച്ചിരിക്കുന്നു, ധരിച്ചിരിക്കുന്നു. 2 കൈകളിലും അമ്മ എന്തോ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് 2 പദങ്ങൾ വരുന്നു. അലിപൂർണ രത്ന ചഷകം രക്തോത്പലം. അപ്പോൾ ഓരോ കൈയിൽ ഓരോ വസ്തുവിനെ പിടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അവിടെ വ്യാഖ്യാനിച്ചു. ആദ്യത്തെ വസ്തു അലിപൂർണ രത്ന ചഷകം എന്നുള്ളതാണ്. അതിൽ 4 പദങ്ങളുണ്ട്. 4 പദങ്ങളായിട്ട് അത് മുറിക്കാൻ പറ്റും. അലി പൂർണ്ണ രത്ന ചഷകം. ഇവിടെ ചഷകം എന്ന വാക്ക് ആദ്യം എടുക്കാം. ചഷകത്തിന് സംസ്കൃത സാഹിത്യത്തിൽ പൊതുവേ വരുന്ന അർത്ഥം, വളരെ പ്രസിദ്ധമായ അർത്ഥം മദ്യപാന പാത്രം എന്ന് തന്നെയാണ്. അപ്പൊ അമ്മ കയ്യിൽ ഒരു പാത്രം പിടിച്ചിട്ടുണ്ട്, മദ്യപാനത്തിനുള്ള പാത്രമാണത് എന്നർത്ഥം ചഷകം എന്ന പദത്തിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പൊ ആ പാത്രം രത്ന ചഷകമാണെന്നാണ് ഇവിടെ പറയുന്നത്. രത്നം എന്ന പദം കൊണ്ട് ശ്രേഷ്ഠം എന്ന അർത്ഥവുമുണ്ട്, രത്നങ്ങൾ പതിച്ചിട്ടുള്ളത് എന്നർത്ഥവുമുണ്ട്. അപ്പോൾ വളരെ വിലപിടിപ്പുള്ള പാത്രമാണ്, അതിൽ ഒരുപാട് രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്, വളരെ ശ്രേഷ്ഠമായ പാത്രമാണ് എന്ന് രത്നചഷകം എന്ന പദം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാം. അങ്ങനെയുള്ള ആ രത്നചഷകം പൂർണ്ണമാണ്, നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രത്നചഷകം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നിറച്ചിട്ടുള്ള വസ്തു എന്താ? ചഷകം എന്നുള്ളത് മദ്യപാന പാത്രമാകുമ്പോൾ ഇവിടെ അലി എന്ന വാക്കുകൊണ്ട് മദ്യം എന്ന അർത്ഥമെടുക്കാം. അലി എന്ന ശബ്ദത്തിന് പ്രധാനമായും സംസ്കൃതത്തിൽ 5 അർത്ഥങ്ങളാണ് വരുന്നത്. വണ്ട്, തേള്, കാക്ക, കുയിൽ, അതുപോലെ മദ്യം. ഇവിടെ ചഷകം എന്നുള്ളതിന് പാത്രം എന്ന അർത്ഥമെടുത്താൽ അതിൽ നിറയ്ക്കാൻ പറ്റുന്ന വസ്തു ഇതിൽ മദ്യം മാത്രമേ ഉള്ളൂ. തേൻ എന്നൊരർത്ഥം അലി എന്ന ശബ്ദത്തിന് വരില്ല. അപ്പോൾ ചഷകത്തിൽ നിറഞ്ഞിരിക്കുന്നത് മദ്യമാണെന്ന് അവിടെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അലിപൂർണ രത്ന ചഷകം എന്നുള്ളതിന് മദ്യം നിറച്ചിട്ടുള്ള ശ്രേഷ്ഠമായ പാത്രമെന്ന് വ്യാഖ്യാനിച്ചത്. മറ്റേ കയ്യിൽ അമ്മ രക്തോത്പലം പിടിച്ചിരിക്കുന്നു. രക്തോത്പലം എന്ന് പറഞ്ഞാൽ ചെന്താമര. അപ്പൊ 2 കൈകളിൽ അമ്മ 2 വസ്തുക്കളെ പിടിച്ചിട്ടുണ്ട്. ഒരു കൈയിൽ ശ്രേഷ്ഠമായ മദ്യപാന പാത്രമാണ്, അതിൽ മദ്യം നിറച്ചിരിക്കുന്നുണ്ട്. മറ്റേ കൈയിൽ രക്തോത്പലത്തെ, ചെന്താമരയെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തേൻ എന്ന അർത്ഥം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മദ്യം എന്ന പ്രയോഗം പിടിക്കുന്നില്ല, തേൻ എന്ന അർത്ഥം ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 പദങ്ങളായിട്ട് പിന്നെ ഇതിനെ എടുക്കാൻ പറ്റില്ല. 2ാമത്തെ പദത്തിന്റെ വിശേഷണമായിട്ട് ആദ്യത്തെ പദത്തെ എടുക്കണം. അതായത് രക്തോത്പലത്തിന്റെ വിശേഷണമായിട്ട് അലിപൂർണ രത്ന ചഷകം എന്ന പദത്തെ എടുക്കണം. അങ്ങനെയും ഇത് വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അമ്മയുടെ 2 കൈകളിൽ 2 വസ്തുക്കൾ പിടിക്കുന്നതിന് പകരം 2 കൈകളെയും ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അമ്മ ഒരു വസ്തുവിനെ പിടിച്ചിരിക്കുന്നു. അപ്പൊ കൈ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അമ്മ രക്തോത്പലത്തെ പിടിച്ചിരിക്കുന്നു. രക്തോത്പലം എന്ന ചെന്താമര. ആ ചെന്താമരയുടെ വിശേഷണമായിട്ട് അലിപൂർണ രത്ന ചഷകം എന്നുള്ള പദം മാറും. അപ്പൊ ഇവിടെ അലി എന്ന ശബ്ദം കൊണ്ട് മദ്യത്തിന് പകരം നമുക്ക് വണ്ട് എന്ന അർത്ഥമെടുക്കാം. അപ്പൊ അലിപൂർണം എന്ന് പറയുമ്പോൾ വണ്ടിനാൽ നിറയപ്പെട്ടിട്ടുള്ള രത്നം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ചഷകം. ഇവിടെ ചഷകം എന്ന വാക്കിന് നമുക്ക് വേണമെങ്കിൽ തേൻ എന്ന അർത്ഥമെടുക്കാം. ചഷകത്തിന് 3 അർത്ഥങ്ങളാണ് പ്രധാനമായും സംസ്കൃതത്തിൽ. ഒന്ന് മദ്യപാന പാത്രം, ഒന്ന് മദ്യം, പിന്നെ തേൻ. ഇങ്ങനെ 3 അർത്ഥമുണ്ട്. അപ്പൊ പാത്രം എന്ന അർത്ഥം എടുക്കുമ്പോൾ അലി എന്ന ശബ്ദം ചേർത്ത് വായിക്കണം. അവിടെ അലിക്ക് മദ്യം എന്ന അർത്ഥം വരും. പക്ഷെ ചഷകത്തെ നമുക്ക് തേനായിട്ട് എടുത്താൽ അത് രക്തോത്പലത്തിന്റെ വിശേഷണമായിട്ട് മാറും. അപ്പോൾ ചെന്താമരയുണ്ട് അമ്മയുടെ കയ്യിൽ. ആ ചെന്താമരയിൽ രത്നചഷകം ഉണ്ട്. രത്നം എന്നാൽ ശ്രേഷ്ഠം, ശ്രേഷ്ഠമായ തേനുണ്ട്. ഏറ്റവും മധുരമായ തേനാണ് ആ ചെന്താമരയിൽ ഉള്ളത്. നമ്മുടെ അകത്തുള്ള അമൃതാനന്ദാനുഭൂതിയുടെ പ്രതീകമായിട്ട് നമുക്ക് ആ തേനിനെ എടുക്കാം. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ തേനാണ്. അത് കിട്ടാൻ വേണ്ടിയാണ് എല്ലാ വണ്ടുകളും കൊതിക്കുന്നത്. കാരണം വണ്ടുകൾക്ക് ഇതിനേക്കാൾ സ്വാദുള്ള ഒരു തേൻ രുചിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ തേന് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന
രക്തോത്പലമായതുകൊണ്ട് അതിന് ചുറ്റും വണ്ടുകൾ വന്ന് മൂടിയിരിക്കുന്നു. അപ്പോൾ പൂർണ്ണ ശബ്ദം കൊണ്ട് അളിപൂർണ എന്ന വാക്കിനെ എടുത്താൽ അവിടെ വണ്ടുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ അമ്മയുടെ കയ്യിൽ നല്ല ചുവന്ന താമരയുണ്ട്, നല്ല സുഗന്ധം അതിനുണ്ട്. കാരണം അത്രയും മാധുര്യമുള്ള തേൻ അതിൽ നിറച്ചിട്ടുണ്ട്. അപ്പൊ ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ആ തേൻ നുകരാനായിട്ട് അവിടെ കറുത്ത വണ്ടുകൾ ഇങ്ങനെ ഒരു മേഘത്തിനെ പോലെ പടർന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് താമരയെ കാണാം, അതിന് ചുവന്ന നിറമാണ്. രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു മൂടി പോലെ, മേഘം പോലെ കറുകറുത്ത വണ്ടുകൾ ഇങ്ങനെ പറക്കുന്നത് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ ആ രീതിയിൽ രക്തോത്പലത്തിന്റെ വിശേഷണമായിട്ടെടുത്താൽ തേൻ നിറഞ്ഞിട്ടുള്ള രക്തോത്പലത്തെ വണ്ടിനാൽ മൂടപ്പെട്ടിട്ടുള്ളതിനെ അമ്മ കയ്യിൽ ധരിച്ചിരിക്കുന്നു എന്നർത്ഥം കൽപ്പിക്കാം. ആ രീതിയിലും അത് വ്യാഖ്യാനിക്കാം, അതും ശരി തന്നെയാണ്. പക്ഷേ രണ്ട് വസ്തുക്കളായിട്ടെടുത്ത് ചഷകത്തെ പാത്രമായി എടുത്താൽ അവിടെ നിറച്ചിരിക്കുന്ന പദം മദ്യം തന്നെയാണ്. അങ്ങനെ തന്നെ വേണം അത് വ്യാഖ്യാനിക്കാൻ. ഇപ്പം ഇവിടെ രണ്ട് കൈകളിൽ രണ്ട് വസ്തുക്കൾ പിടിച്ചു എന്ന് പറയാനുള്ള കാരണം തന്നെ ഭോഗത്തെയും യോഗത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. രൂപധ്യാനങ്ങളിലൊക്കെ താത്വികമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കും. അപ്പൊ ആ തത്വം കൂടി ഗ്രഹിക്കാൻ വേണ്ടിയാണ് രൂപധ്യാനങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് കൈകളിൽ രണ്ട് വസ്തു എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചത്. അപ്പൊ ഇവിടെ മദ്യം എന്നുള്ളത് ഭോഗത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. മദ്യം കുടിച്ചവൻ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്നു. അവൻ തന്നെ മറന്നുകൊണ്ടാണ് ലഹരിയിൽ ഇരിക്കുന്നത്. അതേപോലെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ഭോഗങ്ങളും. ഭോഗങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യൻ അവനവനെ മറക്കും. അവൻ പൂർണ്ണനാണെന്നുള്ള ബോധത്തെ നഷ്ടപ്പെടുത്തി സ്വരൂപബോധം ഇല്ലാതെയായി പരിമിതനായിക്കൊണ്ട് ആ സുഖത്തിൽ അവൻ രമിക്കും. അത് പെട്ടെന്ന് തന്നെ അവന് നഷ്ടപ്പെടും. പിന്നെയും അത് കിട്ടാനായിട്ട് അവൻ പരിശ്രമിക്കും. അങ്ങനെ അവൻ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഭോഗിയുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അവന് കിട്ടുന്ന ഭോഗങ്ങളെ ഉപമിക്കാൻ ഏറ്റവും നല്ല വസ്തു മദ്യം തന്നെയാണ്. അപ്പൊ അമ്മ തന്നെ സമീപിക്കുന്ന ഭക്തർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നവളാണ്. അപ്പൊ വളരെ പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്ന ഭക്തനെ സംബന്ധിച്ച് അവന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് നേടിയെടുക്കാനായിട്ട് അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു, ഇതെല്ലാം നൽകാൻ കെൽപ്പുള്ളവൾ ഒരുത്തിയുണ്ട്, ഒരു അമ്മയുണ്ട്, ലോകത്തെ മുഴുവൻ പാലിക്കുന്നവളാണ്. ആ അമ്മയെ ശരണം പ്രാപിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാമെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ ആ പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്നവൻ അമ്മയെ സമീപിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, അമ്മയെ അർച്ചിക്കുന്നു. ആ സമയത്ത് അവന് കൊടുക്കാൻ അമ്മയുടെ കയ്യിലുള്ളതാണ് ഈ പാത്രം. കാരണം അവന് ആഗ്രഹമുള്ളത് ഭോഗങ്ങളിലാണ്. ആ ഭോഗത്തെ അമ്മ അവന് കൊടുക്കും. ആ ഭോഗങ്ങൾ അവൻ ആസ്വദിക്കും. ആ ഭോഗങ്ങൾ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന പോലത്തെ മയക്കം അവനെ അധികം ഉണ്ടാക്കില്ല. ആദ്യമൊക്കെ കുറച്ച് അതിലിങ്ങനെ രമിച്ചിരുന്നാലും ഇത്രയും ഭോഗങ്ങൾ തനിക്ക് തരാൻ കെൽപ്പുള്ളവൾ ഈ അമ്മ ആരാണ് എന്നവൻ ചിന്തിക്കാൻ തുടങ്ങും. കുറേശ്ശെ അവന്റെ ഈ ഭോഗത്തിലുള്ള വാഞ്ച അമ്മയുടെ നേർക്ക് തിരിയും. അങ്ങനെ അവൻ അമ്മയെ ഉപാസിക്കാൻ തുടങ്ങും, അമ്മയുടെ മഹിമയെ മനസ്സിലാക്കാൻ തുടങ്ങും. ക്രമേണ അവൻ അറിയും അവന്റെ ഉള്ളിൽ നിത്യാനന്ദമായിട്ട് ശോഭിക്കുന്നവളാണ് അമ്മ എന്ന്. ആ ബോധമുണ്ടാകുമ്പോൾ അവൻ മോക്ഷത്തെ നേടും. അതാണ് മറ്റേ കയ്യിലുള്ള ചെന്താമര, അതായത് യോഗത്തെ സൂചിപ്പിക്കുന്നു. ചേർച്ച എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ ഭോഗത്തെയും കൊടുക്കും, യോഗത്തെയും കൊടുക്കും. അഥവാ ഭോഗത്തിലൂടെ യോഗത്തിലേക്ക് എത്തിക്കും. ഭുക്തി മുക്തി പ്രദായിനിയാണ് അമ്മ. ആ ഒരു ഭാവത്തെ വ്യക്തമാക്കാൻ ഏറ്റവും നല്ല രീതിയിലുള്ള വ്യാഖ്യാനം ഈ രണ്ട് കൈകളിൽ രണ്ട് വസ്തുക്കൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്. പക്ഷേ ഭക്തർ സാത്വികമായി ഉപാസന നടത്തുന്നവർക്ക് അമ്മയുടെ കയ്യിൽ മദ്യപാന പാത്രമുണ്ടെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഈ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം തീർച്ചയായിട്ടും. അതായത് രക്തോത്പലത്തെ രണ്ട് കൈയിലും പിടിച്ചിട്ടുണ്ട്, അതിൽ തേൻ നിറച്ചിട്ടുണ്ട്. ആ തേനിന്റെ സുഗന്ധം, അതിന്റെ മാധുര്യം ആസ്വദിക്കാനായിട്ട് കറുകറുത്ത വണ്ടുകൾ വന്നതിനെ ചുറ്റിയിരിക്കുന്നു. ആ ഭാവത്തിലും നമുക്ക് കാണാം. പക്ഷെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും ഓർക്കേണ്ട ഒരു കാര്യം, അമ്മയുടെ ഉപാസനയിൽ ഭക്തർ മനസ്സിലാക്കേണ്ട വലിയ ഒരു രഹസ്യമുണ്ട്. അമ്മ സർവവുമാണ്, പ്രകൃതി തന്നെയാണ്. അപ്പോൾ എല്ലാമായിരിക്കുന്നവളെ നമ്മൾ എല്ലായിടത്തും കാണാൻ തുടങ്ങുമ്പോൾ ഇവിടെ മംഗളമായ വസ്തു, അമംഗളമായ വസ്തു എന്നുള്ള ഭേദം ഭക്തന് നഷ്ടപ്പെടും. നമ്മൾ പരിമിതമായ ബോധത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചില വസ്തുക്കൾ മംഗളവും ചില വസ്തുക്കൾ അമംഗളവുമാണ്. എന്നാൽ കുറേശ്ശെ സാധനയിലൂടെ അമ്മയുടെ സ്വരൂപം പ്രകൃതിയാണ്, ഉള്ളതെല്ലാം അമ്മയാണ്, ഇതിനതീതയുമാണ്. ഈ ഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ എന്തിനെ നോക്കിയാലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അമ്മയുടെ സാന്നിധ്യം കാണാൻ പറ്റും. അങ്ങനെ ദർശിക്കുന്ന ഭക്തന് ഇവിടെ നല്ലത് ചീത്ത എന്നുള്ള ഭേദമില്ല, മംഗളം അമംഗളം എന്നുള്ള ഭേദമില്ല. യോമാം പശ്യതി സർവത്ര സർവം ച മൈ പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്ന ഭാവം അവന് സിദ്ധിക്കും.
സമലോഷ്ടാശ്മ കാഞ്ചന എന്നും പറയുന്നുണ്ട്. ആ ഭാവം അവന് കിട്ടും. എല്ലായിടത്തും അവൻ സമഭാവനയോടുകൂടി സമീപിക്കും. കാരണം എല്ലാം അമ്മയാണ്. വസ്തുക്കൾക്ക് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് കാണിക്കും, അതവൻ മനസ്സിലാക്കും. ഇപ്പൊ വിഷത്തിന് വിഷത്തിൻ്റെതായ ദോഷമുണ്ട്, അമൃതത്തിന് അമൃതത്തിൻ്റെതായ ഗുണമുണ്ട്, അതവൻ അറിയും. പക്ഷെ ഇതിന്റെ സ്വരൂപം അമ്മ തന്നെയാണെന്നും അവൻ മനസ്സിലാക്കും. അപ്പോൾ വസ്തുക്കളെ വസ്തുക്കളായി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും അവന് അകത്ത് ഒട്ടലുണ്ടാവുകയില്ല. സുഖത്തോട് ആസക്തിയോ ദുഃഖത്തോട് വെറുപ്പോ അവൻ ഉണ്ടാവുകയില്ല. കാരണം രണ്ടിലും അവൻ അമ്മയെ കാണും, സമബുദ്ധി ഉണ്ടാകും. അപ്പൊ ആ ഭാവനയെ വളർത്താൻ അമ്മയുടെ ഉപാസന വളരെയധികം ഊന്നൽ നൽകുന്നു. തന്ത്രത്തിന്റെ വലിയ ഒരു രഹസ്യം തന്നെ അതാണ്. തന്ത്രം എല്ലാത്തിനെയും ദൈവികമാക്കി മാറ്റും. നമ്മൾ നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഇത് നല്ലത് ഇത് നല്ലതല്ലാത്തത് എന്ന രീതിയിൽ കാണുമ്പോൾ നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും. എന്നാൽ എല്ലാം ദൈവികമാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് സാധനയായിട്ട് ഭവിക്കും. ക്രമേണ അത് നമുക്ക് പരമപദം നൽകും. അത് തന്ത്രത്തിന്റെ ഒരു രീതിയാണ്. അമ്മയുടെ ഉപാസനാക്രമങ്ങളിൽ വളരെയധികം കാണപ്പെടുന്ന ഒരു രീതിയാണ് അത്. അതുകൊണ്ട് മദ്യപാത്രം എന്നുള്ളത് ഒരു മോശമായ വസ്തുവായിട്ട് തന്ത്രം കാണുന്നില്ല. അപ്പോൾ ഭോഗത്തിന്റെ പ്രതീകമായിട്ട്, കാരണം സ്വരൂപബോധം നഷ്ടപ്പെടുത്തി ലോകത്തിൽ മുഴുകുന്ന അവസ്ഥയാണ് ഭോഗങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് അതിനെ മദ്യപാന പാത്രമായിട്ട്, മദ്യം നിറച്ചിട്ടുള്ള പാത്രമായിട്ട് ഉപമിച്ചിരിക്കുന്നു. ആ രീതിയിലും എടുക്കാം. അതല്ല ഇനി അങ്ങനെ കാണാൻ വിഷമമുള്ളവർക്ക് രക്തോത്പലം 2 കൈയും കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അതിൽ തേൻ നിറഞ്ഞിരിക്കുന്നുണ്ടെന്നും ആ തേൻ ആസ്വദിക്കാനായിട്ട് വണ്ട് വന്നതിനെ മറച്ചിരിക്കുന്നുണ്ടെന്നുമുള്ള ഭാവത്തിലും ധ്യാനിക്കാം. ഭക്തർക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ധ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മ നൽകിയിട്ടുണ്ട്. സനാതന ധർമ്മത്തിന്റെ സവിശേഷതയാണ് അത്. അതുകൊണ്ട് ആർക്ക് ഏത് രീതിയിലാണോ രുചിക്കുന്നത് ആ രീതിയിൽ ഉപാസിക്കുക. എങ്ങനെയാണെങ്കിലും അമ്മയെ ഉപാസിക്കുക. അതിനുള്ള ഭാഗ്യം ആ ജഗദീശ്വരി നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ മഹാത്രിപുര സുന്ദരി ലളിതാംബികേ, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരിയോ.